നൻപകളെ പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനൽ ധ്യാനിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയട്ടെ. അതിൽ ആദ്യത്തേത്, റിയാക്ഷൻ വീഡിയോസ് കാണാൻ താല്പര്യമില്ലാത്ത ആളുകൾ ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. രണ്ടാമത്തേത്, സ്വന്തം ഫാമിലി പ്രശ്നങ്ങൾ പബ്ലിക്കിലോട്ട് കൊണ്ടിട്ടതിന് ശേഷം അതിനെ പറ്റിയിട്ട് മറ്റൊരാൾ സംസാരിക്കുന്നത്, അതിലൊരു അഭിപ്രായം പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്ത ആളുകളും ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. അതല്ല, ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നീ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യമായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ ഞാൻ കമന്റ് ബോക്സിൽ റിപ്ലൈയിലൂടെ അവരത് ബോൾത്തും ഓക്കെ. നമ്മുടെ ശ്രീവിദ്യ മുല്ലശ്ശേരി പുള്ളിക്കാരുടെ ആണെങ്കിൽ ഒരു ഫേക്ക് തംബ്നെയിലും കാര്യങ്ങളൊക്കെ ഇട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലാസ്റ്റ് റിയാക്ട് ചെയ്തൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇതിനൊക്കെ ആണെങ്കിൽ കുറേ റിയാക്ഷൻ ചാനൽസ് ഒക്കെ ആണെങ്കിൽ ഇതിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരി ആണെങ്കിൽ ഒരു മറുപടി വീഡിയോ, ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഇതിനൊരു റിപ്ലൈ ആയിട്ട് പുള്ളിക്കാരുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ഏറ്റവും വലിയ മാനിപ്പുലേഷൻ ഇതല്ലേടോ ഏറ്റവും വലിയ മാനിപ്പുലേഷൻ. ഹൈ, എന്താ ഇത് നമ്മുടെ തമ്മിലല്ലേ ഈ കൊണ്ട് വെച്ചേക്കുന്നത്? ഓക്കെ, ശരിയാണ്, നിങ്ങൾ ഇതിനകത്ത് പറയുന്നത് പോലെ യഥാർത്ഥ കാര്യമല്ല ഈ തമ്മിലിൽ ഞാൻ വെച്ചേക്കുന്നത്. ഓക്കെ, ഞാനിത് വളരെ കൃത്യമായിട്ട് എൻ്റെ വീഡിയോക്കകത്ത് ലാസ്റ്റ് വീഡിയോ കണ്ട ആളുകൾക്കറിയാം, ഞാനത് വളരെ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെ പോലെ ഒരു ഭീകരമായിട്ടുള്ളൊരു തമ്മിൽ തന്നെയായിരിക്കും എൻ്റെ വീഡിയോക്കകത്ത് വെക്കുന്നത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം സ്വന്തം റിലേഷൻഷിപ്പിലുള്ളൊരു സാധനത്തിനെയാണെങ്കിൽ ഇവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് ഇങ്ങനെ ഒരു തമ്മിലും കാര്യങ്ങളൊക്കെ കൊടുത്ത ആളുകളോട്ട് ഇട്ടിട്ട് അതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവർക്ക് തോന്നാത്തൊരു സിമ്പതിയോ അല്ലെങ്കിൽ അവർക്ക് തോന്നാത്തൊരു ആത്മാർത്ഥത എന്തിന് എനിക്ക് തോന്നണം എന്നുള്ളൊരു സാധനം മാത്രമാണ് ഞാൻ ആ ഒരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം ഇടും എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു തമ്മിൽ കാര്യങ്ങളൊക്കെ ഇട്ടുള്ളത്. ഓക്കെ, ആൻഡ് ആ ഒരു വീഡിയോക്കകത്ത് ഉടനീളം ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു വ്യൂവേഴ്സിന്റെ ഒരു അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒരു ഫേക്ക് തമ്മിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗിമിക്ക് കാണിക്കോ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിലൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ ഒരു റിലേഷൻഷിപ്പിനെ, അതായത് ഇത്രയും വലിയ നമ്മൾ വാല്യൂ കൽപ്പിക്കേണ്ട ഈ ഒരു ബന്ധങ്ങളെ വിറ്റ് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. ആൻഡ് ആദ്യം തന്നെ ആ ഒരു കാര്യം പറയട്ടെ, എനിക്ക് നിങ്ങളുമായിട്ട് പേഴ്സണലി ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ ഒരു കണ്ടന്റുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റിനെ മാത്രമാണ് നമ്മൾ വിമർശിക്കുന്നത്. ഓക്കെ, എന്തായാലും ബാക്കി പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. ഞാൻ റിയാക്ഷൻ വീഡിയോസിൻ്റെ ആളല്ല, ഞാനത് കാണാറില്ല. കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ അതാണ് മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പം ഇത്രയും പ്രശ്നങ്ങളുണ്ടായി, എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിച്ചു. ഇതിൽ ഒരാൾ പോലും എൻ്റെ അടുത്ത് വിളിച്ചിട്ട് എന്താണ് വിഷയം എന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരൊക്കെ എങ്ങനെയാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത്. ഞാൻ ഒരു 5-6 മാസം മുന്നേ ആണെങ്കിൽ നമ്മുടെ നരേന്ദ്രമോദിക്കെതിരെ, അതേപോലെ നമ്മുടെ പിണറായി വിജയനെതിരെയും അവർക്ക് നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്കാണല്ലോ ഇവർക്കെതിരെയൊക്കെയാണ് നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ ഇവരെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവരെ നേരിട്ട് വിളിച്ച് ചോദിച്ചായിരുന്നു. അങ്ങ് മറ്റേ സെക്രട്ടേറിയറ്റിലും വിളിച്ച് ചോദിച്ചായിരുന്നു, പിന്നെ നമ്മുടെ മറ്റേ പ്രധാനമന്ത്രിയുടെ വീട്ടിലും വിളിച്ച് ചോദിച്ചായിരുന്നു. അളിയ എന്തുകൊണ്ട് ഹമാരെ പേരെ ദേശവാസിയോ മുജേ ഏക്ക് ബോൾത്തണം ഹേ ആപ്കാ അനുവാദം ദേദോക്കെ എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇവിടെ ഇട്ടേക്കുന്ന ഒരു കാര്യം നിങ്ങൾ പബ്ലിക്കായിട്ട് അത് അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഒരു സെക്കൻഡ് സൈഡ് എന്തിനിട്ടു അങ്ങനെ ഇട്ടു അതിനെപ്പറ്റി കേൾക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരു കോണ്ടന്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡ് നമുക്ക് കേൾക്കേണ്ടതായിട്ട് സിറ്റുവേഷൻ വരുന്ന ടൈമിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഒരാളെ കോൺടാക്ട് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിന് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കിട്ടാണ്ട് ആയിട്ട് വരുന്നത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് തന്നെയായിരിക്കും അത്തരം വീഡിയോസ് ചെയ്യുക. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾ എല്ലാവരും കോൺടാക്ട് ചെയ്യാൻ മാത്രം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്ന ഒരാൾ ഇപ്പം വലിയ ആളുകളൊക്കെ ആണെങ്കിൽ ഇതുപോലെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് പബ്ലിക്കിൽ എന്ത് കൊണ്ടിടുന്നു അതിനെ പറ്റിയിട്ട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഓക്കെ, എന്തായാലും ബാക്കി കേൾക്കാം. അത് മാത്രമല്ല, രണ്ടുപേര് തമ്മിലുള്ള വിഷയം നടന്നെങ്കിൽ എന്തിനാണ് അത് മൂന്നാമതൊരാൾ, ഒന്നും അറിയാത്ത ഒരാൾ എന്നതിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് എന്ന് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്, പേഴ്സണലി എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ റിയാക്ഷൻ വീഡിയോസ് കാണാറില്ല. ഈ രണ്ടുപേര് തമ്മിൽ നടക്കുന്ന ഈ ഒരു പ്രശ്നം അവരിൽ മാത്രം തീർന്നാൽ പോരെ? ഇത് പബ്ലിക്കിലോട്ട് കൊണ്ടിടുന്നത് കൊണ്ടല്ലേ മൂന്നാമതൊരാൾ അറിയുന്നതും അതിനെ പറ്റിയിട്ട് അഭിപ്രായം പറയുന്നതും. ഓക്കെ, ഇതാണ് എനിക്കുള്ളത്. ഇപ്പോൾ പറഞ്ഞ പോലെ ചിന്നു ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ഒരുമിച്ചല്ല, നന്ദു ഞാനും ഇപ്പോൾ ഒരുമിച്ചല്ല എന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് ചോദിച്ചതാണ്. ഞാനും പറഞ്ഞതാണ് ചിന്നു അതിലൊരു തെറ്റില്ല. കാരണം കഴിഞ്ഞ 1.5 മാസമായിട്ട് ഞങ്ങൾ ഒരുമിച്ചല്ല. ഞാൻ തിരുവനന്തപുരത്തും പുള്ളിക്കാരി കാസർഗോഡുമാണ്. എൻ്റെ അമ്മ അത് കണ്ടതാണ്, ചിന്നുവിൻ്റെ അമ്മ അത് കണ്ടതാണ്. ഇതെല്ലാം അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ്. അല്ല പുള്ളിക്കാരുടെ ഒറ്റ എന്താ പറയുക സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഈ പരിപാടിയിൽ ചെയ്യുന്നത്. എല്ലാവരും അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അതാണ് ഫാമിലി പരമായിട്ട് ഇവർ തീരുമാനിച്ചാണ്. നമുക്ക് ഇങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫേക്ക് സാധനം നമുക്കൊരു തംബ്നെയിലൂടെ അടിച്ചിട്ടാണെങ്കിൽ നമുക്ക് നല്ല റീച്ച് അടിച്ച് കയറ്റാം എന്ന് നിങ്ങൾ ഫാമിലി പരമായിട്ട് അങ്ങ് തീരുമാനിച്ചേക്കാണോ? ഇപ്പം നിങ്ങൾ പറയുന്ന ഒരു സാധനം അങ്ങനെയാണല്ലോ. കാര്യം ഇങ്ങനെ നിങ്ങളെല്ലാവരും ആലോചിച്ച് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. ആലോചിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു റിലേഷൻഷിപ്പിൽ. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞു എന്നുള്ള രീതിയിലുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു സാധനം ഞാനും കണ്ടത്. ഞാനും പറഞ്ഞ സത്യമല്ലേ, അതിൽ തെറ്റൊന്നുമില്ല. ഞാൻ നീ ഇപ്പോൾ ഒരുമിച്ചല്ല കഴിഞ്ഞ ഒന്നരയല്ല, എനിക്കൊന്ന് ജനുവരി മുതൽ ഇപ്പോൾ ഫെബ്രുവരി ഉണ്ടായില്ലേ, അത് കഴിഞ്ഞ 2 മാസത്തോളമായിട്ട് ഞങ്ങൾ ഒരുമിച്ചില്ല. ഞങ്ങൾ വളരെ അപൂർവം ചില നിമിഷങ്ങളാണ്, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പകുതി ദിവസമൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോസ് ഇടാത്തത്. അപ്പോൾ പുള്ളിക്കാരുടെ വീഡിയോ തുടങ്ങി എനിക്ക് ഒന്ന് 1-ാമത്തെ മിനിറ്റിൻ്റെ അകത്ത് തന്നെ അത് പറയുന്നുണ്ട്. അല്ല, 1-ാമത്തെ മിനിറ്റ് അത് പറയുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല ആളുകളുടെ ചോദ്യം ഇവിടെ വരുന്നത്. നിങ്ങൾ അത്തരത്തിലുള്ള ഒരു തംബ്നെയിൽ ഇടുന്നതിനെ കുറിച്ചുള്ള കാര്യം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ കുറേ ആളുകൾ പറയുന്നുണ്ട് അതിനകത്ത്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അല്ലെങ്കിൽ ചെയ്ത കാര്യം, നിങ്ങളല്ലെ തംബ്നെയിൽ ഇട്ട കാര്യം 100% സത്യമായിട്ട് വരട്ടെ എന്ന് ആളുകൾ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ ആളുകൾ പറയുന്ന രീതിയിലത്തേക്ക് നിങ്ങൾ കൊണ്ടെത്തിച്ചില്ലേ കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഒരു ആവശ്യത്തെ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അവിടെ വരുന്നുണ്ടായിട്ടില്ല. നമ്മൾ നിങ്ങളുടെ ചാനലിൽ അത്യാവശ്യം വലിയ വ്യൂവർഷിപ്പിന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു കാര്യത്തിന്റെ ഒരു ആവശ്യകത വരുന്നില്ല. തംബ്നെയിൽ ഞാൻ എന്താണ് മിസ്ലീഡ് ചെയ്തു, മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. അതായത് ഞാനും നന്ദു ഇപ്പോൾ ഒരുമിച്ചല്ല, ഞങ്ങൾ ഒരുമിച്ചല്ലായിരുന്നു. ചേട്ടൻ പറ എന്തായിരുന്നു ഞങ്ങൾ അതിനിടേണ്ട ക്യാപ്ഷൻ? ഞാനും നന്ദും ഇപ്പോൾ ഒരുമിച്ചല്ല, ഞങ്ങൾ ഒരുമിച്ചല്ല, ഇതാണ് കണ്ടന്റ്. ഞങ്ങൾ എന്തായിരുന്നു ക്യാപ്ഷൻ ഇടേണ്ടിയിരുന്നത്?
അല്ല അങ്ങനെ നിങ്ങൾക്ക് ക്യാപ്ഷൻ കിട്ടാണ്ടാവുമ്പോഴത്തേക്ക് ഇടാൻ പറ്റിയ സാധനമാണല്ലോ. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരുമിച്ചല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിരിയുന്നു എന്നുള്ള അല്ലെങ്കിൽ ഞങ്ങൾ വേർപെട്ടു എന്നുള്ള രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു ക്യാപ്ഷൻ ഇട്ടാൽ മതിയല്ലോ അല്ലേ. വേറെ ഒരു ക്യാപ്ഷനും കിട്ടിയിട്ടില്ല ഇടാനെ കൊണ്ട്, ഇങ്ങനൊരു ക്യാപ്ഷൻ മാത്രമേ കിട്ടിയുള്ളൂ. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ, നിങ്ങളൊരു അല്ലെങ്കിൽ വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ പിടിച്ചു പറ്റാനെ കൊണ്ട് നിങ്ങളൊരു ഗിമിക്ക് കാണിക്കോ അല്ലെങ്കിൽ ഒരു ഫേക്ക് സാധനം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സാധനം കാര്യങ്ങളൊക്കെ ഒരു അടിച്ചോ വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും അല്ല, വലിയ തർക്കടിലെത്തട്ടില്ല. പക്ഷേ ഇതൊരുമാതിരി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വെച്ചിട്ട് അടിച്ചേക്കുന്ന സാധനമാണ്. അല്ലെങ്കിൽ ആ ഒരു ബന്ധങ്ങൾക്ക് കൊടുക്കേണ്ടുന്നൊരു വാല്യൂ ഉണ്ട്. ആ ബന്ധത്തിന് വാല്യൂ ഇല്ലാത്ത രീതിയിൽ കൊടുക്കുന്ന ഒരു സാധനം കണ്ടതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിമർശനം വന്നത്. ഓക്കെ, അല്ലാതെ ഞാൻ ആ ഒരു സാധനത്തിൽ ഞാൻ തൊടുകയില്ല. നമ്മൾ ഈ പറയുന്ന സാധനങ്ങൾ ഇടയ്ക്ക് ചെയ്യാറില്ല. പക്ഷേ ഒരു ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത രീതിയിൽ ചെയ്യുന്നൊരു സാധനം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുക. കാര്യം ഒരിക്കലും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം റെസ്പെക്ട് അല്ലെങ്കിൽ വാല്യൂ കൊടുക്കേണ്ട ആ ഒരു ബന്ധത്തിനെ ഒരിക്കലും നമ്മൾ വിൽക്കാൻ പാടില്ല. ബാക്കി എന്ത് നിങ്ങൾ വിറ്റോ, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ ഈ ബന്ധങ്ങളെ വിൽക്കാൻ പാടില്ല. അത് മിസ്ലീഡ് ചെയ്യണമെങ്കിൽ, അതായത് നമ്മൾ അടിച്ചു പിരിഞ്ഞു എന്നുള്ളതാണെങ്കിൽ ഇതിനേക്കാൾ സൂപ്പറായിട്ട് തമിഴിൽ ചെയ്യാൻ എനിക്ക് ഒരു ടീമുണ്ട്. നിങ്ങൾ ഈ ചെറിയ രീതിയിൽ ചെയ്തപ്പോൾ തന്നെ വന്നേക്കുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞ രീതിയില്ല, കുറച്ചുകൂടെ വലിയ രീതിയിൽ ചെയ്തിരുന്നെങ്കിലോ അപ്പോഴും ഈ 1.5 മിനിറ്റുള്ള ആളുകൾ സംഭവം മനസ്സിലാക്കി പോലും സാധനം ഏത് ലെവലിലോട്ട് പോകുന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ലൈക്ക് ഇപ്പം അവർ പറയുന്നത് ഞങ്ങൾ ഡിവോഴ്സ് ആയി പോയി അല്ലെങ്കിൽ ഞങ്ങൾ അടിച്ച് പിരിഞ്ഞ് പോയി എന്നാണല്ലോ അവർ പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണല്ലോ പറയുന്നത്. അങ്ങനെ ചെയ്യാനായിരുന്നു അങ്ങനെ ഒരു ഇതന്നെ ഇട്ടാൽ പോയായിരുന്നു. ഇത്രയും ലോ ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും സോഫ്റ്റ് ആയിട്ട് ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ. അല്ല, നിങ്ങൾ തമ്മിൽ സത്യത്തിൽ അടിച്ച് പിരിയാത്തത് കൊണ്ടാണ് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു തമ്മിൽ കൊടുത്തേക്കുന്നത്. നിങ്ങൾ ശരിക്കും അടിച്ച് പിരിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കിന് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ശ്രീവിദ്യ പറയുന്നത് പോലെ തന്നെ ഇവർക്കൊരു ടീമുണ്ടല്ലോ, നല്ല പെരുപ്പിച്ചൊരു തമ്മിൽ ഇട്ടേന്. സത്യത്തിൽ നിങ്ങൾ അങ്ങനെ പിരിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തമ്മിൽ ഇട്ടേക്കുന്നത്. ഈ പറയുന്ന വ്യക്തി മൂപ്പൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ പേര് ശരത് പരമേശ്വർ. ഈ ശരത്തേട്ടൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഞങ്ങളല്ല ശ്രീവിദ്യ ഈ പറഞ്ഞ പോലെ തമ്മിൽ മാറ്റിയിട്ട് തൻ്റെ വ്യൂവേഴ്സിനെ പറ്റിച്ചു എന്നാണ് ഈ പറയുന്ന അദ്ദേഹം മൂപ്പൻസ് വ്ലോഗ് പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ ഇദ്ദേഹം എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട്? 302 വീഡിയോ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം. 302 വീഡിയോ ചെയ്ത ഇദ്ദേഹം ഒരു തമ്മിലെങ്കിലും മാന്യമായിട്ടുള്ള കാര്യം പറയുകയോ അല്ലെങ്കിൽ ഒരു തമ്മിലെങ്കിലും മിസ്ലീഡ് ചെയ്യാതെ കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് പറയുകയോ ചെയ്തിട്ടില്ല. ഞാൻ വേണമെങ്കിൽ ലാസ്റ്റ് 5 ഞാൻ വായിച്ചുതരാം. എന്താണ് ഈ കേൾക്കുന്നത്? ശ്രീവിദ്യ മുല്ലശ്ശേരി എന്താണ് ചേട്ടൻ കേട്ടത്? അതിൻ്റെ അകത്ത് കേൾക്കത്തക്ക രീതിയിലൊന്നുമില്ല. എന്താണ് ചേട്ടൻ കേട്ടത്? ഒന്ന്, എല്ലാം പുറത്ത് വന്നു. ആദ്യ ഭാര്യ മുകേഷ് ചേട്ടാ എന്തായത്? ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ, ബാലപ്പെട്ടു, മൊണാലിസയും കൊണ്ട് സംവിധായകൻ മുങ്ങി. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ തമ്മിൽ. നിങ്ങൾ ആലോചിക്കണം, ഇത്രയും മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിരുന്നിട്ട് മറ്റേ പറയാറില്ല, എന്താ കൈയില്ലാത്തവൻ കാലില്ലാത്തവനെ കുറ്റം പറയുന്നു എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹത്തിന് ഇത്രയും എന്താ പറയുക, നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുമിച്ചില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ സാധനങ്ങൾ കാണാം. മൊണാലിസയെ കൊണ്ട് സംവിധായകൻ മുങ്ങി, കൊന്നത്, വമ്പൻ ട്വിസ്റ്റ്, എലിസബത്ത് രംഗത്ത്, സത്യം അതല്ലേ, നാണമില്ലേ ഇങ്ങനെ ചെയ്യാൻ, രേണു കൊല്ലം സൂചിച്ചേണ്ട കാര്യം പറ്റിയിട്ടാണ്, നാണമില്ലേ ഇങ്ങനെ ചെയ്യാൻ, റാണിയൊക്കെ ജയിലിലേക്ക്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ക്യാപ്ഷനും അദ്ദേഹത്തിൻ്റെ തമ്മിലും. അപ്പോൾ ആദ്യം സ്വയം നന്നാവുക, എന്നിട്ട് ബാക്കിയുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാനെങ്കിൽ ഇറങ്ങുക. സ്വന്തം നാട്ടുകാരൻ തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അല്ല, ഇതിനെ പറ്റിയിട്ട് പുള്ളി എന്തായാലും പറയുമായിരിക്കും. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊരിക്കലും റിയാക്ഷൻ ബ്ലോഗേഴ്സിന് അത്രയും നല്ലതാണെന്ന് കാണിക്കാനോ അല്ലെങ്കിൽ ഇവരെ പറ്റിയിട്ട് ബുക്ക് അടിക്കാനോ വേണ്ടി ഞാൻ സംസാരിക്കുന്നതല്ല. പക്ഷേ ഒരു കാര്യം മാത്രം പറയാം, നിങ്ങൾ ഇത്രയും തംബ്നെയിൽസ് വായിച്ചതിൽ ഏതെങ്കിലും ഒരൊറ്റ വീഡിയോയ്ക്കെങ്കിലും സ്വന്തം കുടുംബത്തെ വിൽക്കുന്ന രീതിയിലുള്ള ഒരു തംബ്നെയിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? കാണാൻ നിങ്ങൾക്ക് കഴിയില്ല. കാര്യം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഓരോ ആൾക്കറിയാം, പ്രൈവറ്റ് ആയിട്ട് വെക്കുന്ന സാധനം പ്രൈവറ്റ് ആയിട്ട് തന്നെ വെക്കണം. കാര്യം ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നമുക്കറിയാം, ഒരു പബ്ലിക്കിലോട്ട് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു കാര്യം കൊണ്ട് എത്തിക്കുമ്പോഴത്തേക്കും അത് ഏത് രീതിയിൽ വരെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട സാധനം അല്ലെങ്കിൽ ഈ കുടുംബ ബന്ധങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന ഒരു വാല്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക, ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഇപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന തംബ്നെയിൽസ് ടൈറ്റിൽ കാര്യങ്ങളൊക്കെ ഇടുന്നു എന്നുള്ള സാധനം പറഞ്ഞത് നിങ്ങളുടെ വീഡിയോ തന്നെ ഞാൻ ഇട്ടത്. ഓക്കെ, അതിനകത്ത് ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങൾ അങ്ങനെ ഒരു സാധനം ഇട്ട് നിങ്ങൾക്ക് തോന്നാത്ത കാര്യം എനിക്ക് തോന്നേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോഴും നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക, ഇങ്ങനൊരു സാധനം നിങ്ങൾ പബ്ലിക്കിലോട്ട് കൊണ്ടെത്തിച്ചത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇത്രയും നിങ്ങൾ വീഡിയോസ് ചെയ്ത് കുറേ വർഷമായി നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയ്ക്ക് മാത്രം ഇങ്ങനൊരു റിയാക്ഷൻ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ആളുകളാണെങ്കിൽ വിമർശനങ്ങളായിട്ട് വരണമെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യത്തിൽ ഇങ്ങനൊരു സാധനം നിങ്ങൾ കൊണ്ടെത്തിച്ചതുകൊണ്ടല്ലേ. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ കുടുംബത്തിൽ വലിയ ഇല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, പിന്നെ എന്തിനാ അങ്ങനെ ഒരു സാധനത്തിൻ്റെ ഒരു ആവശ്യകത ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ ആ ഒരു ഗിമിക്ക് കാണിക്കുന്നൊന്നും അല്ല പ്രശ്നം, ആ ഒരു ബന്ധത്തിന് കൊടുക്കേണ്ടുന്നൊരു വാല്യൂ ഉണ്ട്. ഓക്കെ, ഞങ്ങളെ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വ്യൂസ് എന്ന് പറയുന്നത് ഏകദേശം 1,57,000 വ്യൂസാണ്. 1,57,000 വ്യൂസാണ് പുള്ളിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഞങ്ങളുടെ കണ്ടന്റ് ഇപ്പോഴും 84,000 വ്യൂസേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ആരെയാണ് എങ്ങനെയാണ് വിറ്റ് പൈസ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആരാണ് അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ച് അല്ലെങ്കിൽ ആരാണ് മാനിപ്പുലേറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കിയെന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. 1,57,000 വ്യൂസായിട്ട് ഒരു ദിവസമായിട്ടില്ല 14 മണിക്കൂറിൽ 1,57,000 വ്യൂസായിട്ട് പുള്ളി മുന്നിൽ പോകുന്നുണ്ട്. ഞങ്ങളിൽ നിന്ന് കിട്ടിയ ഞങ്ങളുടെ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയ കണ്ടന്റിൽ നിന്ന് കിട്ടിയ പൈസയായിട്ട് പുള്ളി പോകുന്നുണ്ട്. സ്വന്തമായിട്ട് ഒരു തരത്തിലുള്ള അധ്വാനം ചെയ്യാതെ ചെറിയതായിട്ട് ക്യാമറ പിടിച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് പുള്ളിക്ക് കിട്ടി 1,57,000 വ്യൂസ്. അല്ല, സ്വന്തമായിട്ട് നിങ്ങൾക്കിടയിലുള്ള ബന്ധത്തിൽ പ്രശ്നമുണ്ടെന്ന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു ടൈറ്റിലും തമ്മിലിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടും അത്രത്തോളമുള്ള ഒരു വ്യൂവർഷിപ്പ് കയറിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മുഖത്ത് ഇല്ലാതില്ല. അതിപ്പോൾ എന്തായാലും മറ്റൊരാൾക്ക് ഇത്രത്തോളം വ്യൂവർഷിപ്പ് കിട്ടി എന്നുള്ള രീതിയിൽ സാധനം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് 84,000 വ്യൂസും ഏകദേശം 10-300 അൺസബ്സ്ക്രൈബും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സബ്സ്ക്രൈബർ ഡ്രോപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഡ്രോപ്പിൽ നമുക്ക് വിഷമമില്ല കേട്ടോ. കാരണം ആ കണ്ണീര് തുടച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വിശ്വസനീയമായിട്ടിരിക്കും.
ഓക്കെ, അതിൽ നമുക്കൊരു വിഷമവും ഇല്ല, ഒരു സങ്കടവും ഇല്ല. കാര്യം കൂടെ ചെയ്തു, ചേട്ടൻ നമ്മളെ വീണ്ടും ഒന്ന് ഒരുമിപ്പിച്ചു. ഞാനത് ഓടിപ്പടച്ചെങ്കിൽ വന്നു. ഞാൻ ഓക്കെ, നിങ്ങൾ തന്നെ ആ ഒരു വീഡിയോക്കുന്നുണ്ട് കുറേ നിങ്ങളുടെ കരിയറിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ നാട്ടിൽ നിങ്ങൾ ഇങ്ങനെ അകന്ന് നിൽക്കുകയാണ്, കാര്യം 2 ലോങ് ഡിസ്റ്റൻസിലാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് അത്രത്തോളം സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വന്ന് നിന്നാൽ മാത്രം മതി. നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോക്കകത്ത് എന്താണ് പറയുന്നത്? ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ പറയുന്ന പ്രകാരമാണെങ്കിൽ അയാൾ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് കൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ പെട്ടെന്ന് ഓടിപ്പടച്ച് വന്നത്. ഇവിടെ 2 പേര് ഇഷ്ടമുള്ള ആൾക്കാർ തമ്മിൽ ഒരുമിച്ചൊന്ന് കാണുക വേണ്ടി അല്ലെങ്കിൽ ഒന്ന് മീറ്റ് ചെയ്യാന്ന് പറയുന്ന വേറൊരാൾ ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ട് വേണോ? നിങ്ങൾക്കത് സ്വയമേ നിങ്ങൾക്ക് ചെയ്താൽ പോരെ? ഇപ്പം ഈ ഒരു സാധനം തന്നെ നിങ്ങൾക്ക് ഇവിടെ പറയേണ്ട ഒരു ആവശ്യകതയില്ല. അങ്ങനെ ഒരാൾ വീഡിയോ ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾ വന്നു എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. അതിനെ ആളുകൾ ഓഡിറ്റ് ചെയ്യും. ഇത് സോഷ്യൽ മീഡിയ ആണ്. അതിനെ നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകൾക്കും ഓരോ ഇടുന്ന പോസ്റ്റുകൾക്കും ആളുകൾ ഇതിനെ പല രീതിയിലും ഓഡിറ്റ് ചെയ്യും. ഓക്കെ, അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും ചെയ്യുക. നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളുടെ കാര്യങ്ങളും ഓഡിറ്റ് ചെയ്യും. അത് നിങ്ങൾ മനസ്സിലാക്കുക. 5 വർഷമായിട്ട് പുള്ളിക്കാരി ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് അറിയാണ്ട് അല്ലെങ്കിൽ അങ്ങനെ ദുരുദ്ദേശത്തോടെ അല്ലാതെ പറ്റിപ്പോയ ഒരു സാധനത്തിലൂടെ ഓക്കെ, ആദ്യമായിട്ട് ദുരുദ്ദേശത്തോടു കൂടി അല്ലാതെ എന്നിവർ പറഞ്ഞു. ഓക്കെ, ആദ്യമായിട്ട് പറ്റിപ്പോയൊരു തെറ്റ് എന്നിവർ പറയുന്നു. ഇവർ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വരെ ഇവരുടെ ആ ഒരു ടൈറ്റിലും തമ്മിലും ഒരു മാറ്റവും ഇല്ല. അത് അങ്ങനെ തന്നെയാണ് ഇട്ടേക്കുന്നത്. എന്തേ അത് മാറ്റാഞ്ഞത്? എന്താണ് മാറ്റാഞ്ഞത്? അവർ ഒരു തവണ തെറ്റിപ്പോയൊരു തെറ്റത്താണ് പറയുന്നത്. അപ്പോഴും നിങ്ങൾക്കത് ആവശ്യമുണ്ട്. നിങ്ങൾ ആ ഒരു നെഗറ്റീവ് സാധനത്തിൽ നിങ്ങൾക്കത് ആവശ്യമുണ്ട്. അത് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ അതിനെപ്പറ്റി ആരും ഒന്നും മിണ്ടാൻ പാടില്ല. കോണ്ടന്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ട് അംബുജാക്ഷി അമ്മ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്. പുള്ളിക്കാരിക്ക് ഇതാ പരിപാടി. അപ്പുറത്തെ വീട്ടിൽ നടക്കുന്നതിനെ കുറച്ച് പൊടിക്കൈയും മസാല ഇട്ടിട്ട് ഇപ്പുറത്തെ വീട്ടിൽ പോയി പറഞ്ഞിട്ട് അവിടെ നിന്ന് പ്രീതി പിടിച്ച് വെച്ചുക. സോ അതിൻ്റെ വേറൊരു ഡിജിറ്റൽ വേർഷനാണ് ഇതേപോലുള്ള കുറച്ച് ആൾക്കാർ. അത് കണ്ടവർ സുഹൃത്തെ, നിങ്ങൾ റിയാക്ഷൻ വീഡിയോസിൻ്റെ എല്ലാ കോണ്ടന്റ്സും ചെയ്യുന്ന ഏതൊക്കെ വിഷയങ്ങളാണ് റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾ കാണാത്തതുകൊണ്ട് മാത്രമാണ്. കാര്യം എന്ന് വെച്ചാൽ വെറ്റിനറി കോളേജിൻ്റെ സിദ്ധാർത്ഥിൻ്റെ വിഷയം ഇവിടെ നിങ്ങൾ ഈ പറയുന്ന പ്രകാരമുള്ള ഒരു അമ്മായി അല്ല സംസാരിച്ചത്. ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ യൂട്യൂബർ ആയിട്ടുള്ള സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ സായിച്ചേട്ടൻ സംസാരിച്ചതിന് ശേഷമാണ് പിന്നീട് അതിന് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാകുകയും അതിനൊരു TRP വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ഓരോ മീഡിയാസും ഈ പറയുന്ന മെയിൻ സ്ട്രീം ന്യൂസ് ചാനലുകൾ വരെ വന്നിട്ടുള്ളത്. അല്ലാതെ ഈ സാധനം മാത്രമല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സാധനങ്ങൾ ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ ഓക്കെ, നിങ്ങൾ പരദോഷം എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ഇതിനെ പറഞ്ഞു. ഓക്കെ, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അങ്ങനെയാണെങ്കിൽ അത് കേൾക്കാൻ ആളുകളില്ലേ? ഓക്കെ, ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് സാധനങ്ങൾ കൊടുക്കുന്നില്ലേ? നിങ്ങൾക്കൊരു ഓഡിയൻസ് ഉണ്ട്. നിങ്ങൾ സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങളെ പറ്റിയിട്ട് പറയുന്നു. അതിനകത്തുള്ള ഇത്തരം വീഴ്ചകളെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ ആളുകളുണ്ട്. പോരാ തന്നെ ഈ കേൾക്കാൻ ആളുകളുള്ളതിനൊപ്പം തന്നെയാണെങ്കിൽ നമുക്ക് മാസം ഇത്ര രൂപ നമുക്ക് സമ്പാദിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ എന്താണ് സുഹൃത്തെ പ്രശ്നം? എന്താണ് നിങ്ങളായിട്ട് ഈ ഇട്ട് സാധനങ്ങൾ തരുന്നതുകൊണ്ടല്ലേ ആൾക്കാർ ഇതിനെ പറ്റി സംസാരിക്കുന്നത്? ബാക്കിയുള്ളവരുടെ കോണ്ടന്റ് എടുത്തുകൊണ്ട് പോയിട്ട് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസാല ചേർത്ത് വിൽക്കുന്നതാണോ ജോലി, അല്ലെങ്കിൽ മാന്യമായിട്ട് ഒരു മാന്യമായ പ്രോഡക്റ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ആർക്കെങ്കിലും അത് ഉപകാരപ്പെടും, അല്ലെങ്കിൽ അതിന്റെ ആഡ് അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്ത് ഇന്റഗ്രേഷൻ ചെയ്യുന്നതാണോ സത്യം പറഞ്ഞ തെറ്റ്? അതൊന്നും അല്ല തെറ്റ്, അതൊന്നും അല്ല. ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നമില്ലെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഓഡിയൻസിലോട്ട് ഒരു ടൈറ്റിലും തംബ്നെയിലും ഇട്ട് എത്തിക്കുന്നതാണ് ശരി. ഉപ്പുമുളകം ചെയ്ത ആളുകളും അല്ലെങ്കിൽ അവർ ചെയ്തേക്കുന്ന കാര്യം അതായിരുന്നു അവരുടെ ശരി. അതേപോലെ പ്രവീൺ പ്രണവ് ചെയ്തേക്കുന്ന കാര്യങ്ങളും അവരുടെ ശരിയായിരുന്നു അത്. ഓക്കെ, അല്ല ഈ പ്രവീൺ പ്രണവിനെ ഇൻസ്പയർഡ് ആയിട്ട് ഇതുപോലെ കുറേ ഫാമിലി വ്ളോഗേഴ്സ് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ അപ്പം നിങ്ങൾ ഇപ്പം ഫോളോ ചെയ്യുന്നൊരു രീതിയാണ്. ഇപ്പോൾ വന്ന് ലക്ഷ്മി നക്ഷത്ര നിങ്ങളുടെ ആ ഒരു ആങ്കർ, അപ്പോൾ ആ ചേച്ചിയാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ഗിമിക്ക് പണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനെപ്പറ്റിയൊന്നും കൂടുതൽ സംസാരിക്കില്ല, ബാക്കിയും കൂടെ വെക്കാം. എനിക്കുണ്ട്, അതായത് പ്രാഗാണ് വന്നിരുന്നിട്ട് നിങ്ങൾ നശിച്ചു പോട്ടെ, നിങ്ങൾ ഡിവോഴ്സ് ആയി പോട്ടെ, അങ്ങനെ പോട്ടെ ഇങ്ങനെ പോട്ടെ. 7-8 കൊല്ലമായിട്ട് ഞങ്ങൾ ഒരുമിച്ചുണ്ട്. ഇനി എനിക്ക് തോന്നുന്നില്ല, എൻ്റെ അറിവിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പിരിഞ്ഞു പോകുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊരു ബോണ്ടായിട്ട് അവിടെ കിടന്നുള്ളൂ. നിങ്ങൾ ഈ വന്ന് പ്രാകുന്നതൊക്കെ നിങ്ങളുടെ എനർജി നിങ്ങൾ വേസ്റ്റ് ചെയ്യാൻ കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എന്നറിയാം. എൻ്റെ അല്ല, ഇതെല്ലാം നിങ്ങൾ വടി കൊടുത്ത് അടി വാങ്ങിച്ചൊരു പരിപാടി അല്ലായിരുന്നു. ആൻഡ് അതിനകത്ത് ലാസ്റ്റ് ഒരു കമന്റിൽ നമ്മൾ കണ്ടതാണ്, അതായത് ഈ പറഞ്ഞ ബ്രേക്കപ്പ് എന്നുള്ളൊരു #ടാഗ് വരെ നിങ്ങൾ ഇട്ടു എന്നുള്ളതില്ല. പിന്നെ അത് നിങ്ങൾ മാറ്റിയതാണോ എന്താണെന്ന് അറിയത്തില്ല, നിങ്ങൾ ശരിക്കും ഇട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു തംബ്നെയിൽ വരെ നിങ്ങളുടെ വ്യൂവേഴ്സ് തന്നെ ഇട്ടേക്കുന്ന കുറേ കമന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം. ഞാൻ തുടങ്ങിയതേ ഉള്ളൂ, എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്താന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങി ഒരു കുറച്ച് സെക്കൻഡ്സിൽ നിങ്ങൾ പറഞ്ഞു. പിന്നെ അതിന്റെ ഹസ്ബൻഡ് ചേട്ടനോ ശ്രീവിദ്യ എന്നാണ് എൻ്റെ പേര്. നിങ്ങൾ വീട്ടിൽ എങ്ങനെയും സംസാരിച്ചു, പക്ഷെ അതിന്റെ ഹസ്ബൻഡ് ഞാൻ ഒരു പ്രൊഡക്റ്റ് അല്ല, ഞാൻ ഒരു ഇങ്ങനെ എന്താണ് ഒരു ചാക്ക അരിയോ അതിൻ്റെ എന്ന് പറയാൻ അങ്ങനെയല്ല. നിങ്ങളുടെ സ്ലാങ് ആണോ അതെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ എൻ്റെ സ്ലാങ് ഇതല്ല, ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കുന്ന വീട്ടിലും. ഇത് നമ്മുടെ ലൈഫ് ഓഫ് അരുന്ധുവിനെ പറ്റിയിട്ട് പറയുന്നതാണ്. ഇപ്പം അതിനെ എന്നുള്ള രീതിയിലൊക്കെ പ്രൊണൗൺസ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ സംബോധന ചെയ്തു എന്ന് പറഞ്ഞതാണ് പുള്ളിക്കാരിക്ക് പ്രശ്നം. പണ്ട് ഇതുപോലൊരു വ്യക്തി ആ പെങ്കൊച്ച് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പ്രശ്നം കാണിച്ചതിൻ്റെ പേരിൽ പുള്ളിക്കാരിക്ക് എന്താണ് പിന്നീട് സംഭവിച്ചത് എന്നുള്ളത് ഈ റിയാക്ഷൻ വീഡിയോസ് കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം. പിന്നീട് ആകാശത്തു നിന്ന് തറ നിൽക്കാൻ പുള്ളിക്കാരിക്ക് അവസരം കിട്ടിയിട്ടില്ല. ഭയങ്കരമായിട്ട് ബാക്കിയുള്ളവരുടെ കോണ്ടന്റ് ആശ്രയിച്ച് ജീവിക്കുന്ന പാരസൈറ്റ്സ് ആണ് നിങ്ങൾ മനസ്സിലാക്കണം. അതിഭീകരമായിട്ട് ഞാൻ അങ്ങനെ പറയും, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ സത്യം ഇതിൽ എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പാരസൈറ്റ്സ് ആണ്, അതായത് ബാക്കിയുള്ളവർ കണ്ടന്റ് ഇല്ലെങ്കിൽ. അപ്പം ഒരു ദിവസം കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ല സഹോദര, നിങ്ങൾക്ക് ഒരു കോണ്ടന്റ് ഇല്ല. ഒരു ദിവസം ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ കേരളത്തിൽ, അതുകൊണ്ട് നിങ്ങൾ പ്രശ്നങ്ങൾ തേടി പോവുകയാണ്. എന്നാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ ഇവിടുത്തെ ന്യൂസ് ചാനൽസ് ഒക്കെ എന്താണ് സുഹൃത്തായി ചെയ്യുന്നത്? എത്ര വാർത്തകൾ അവർ സത്യസന്ധമായിട്ട് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഓരോ ആളുകൾക്കും ഇന്ന് ഇവിടെ ഈ പറഞ്ഞ യൂട്യൂബിൽ ഇങ്ങനെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനലിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു.
ഓക്കെ, അതാണ് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞത്. കാര്യം മെയിൻ സ്ട്രീം ചാനൽസിന് വലിയ പ്രശ്നമൊന്നുമില്ല, കാര്യം അത്രയും ഈ പറയുന്ന പോലെ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അവർ ആ രീതിയിൽ പോകും. ഓക്കെ, അപ്പോഴും നിങ്ങൾ ആലോചിക്കുക, മെയിൻ സ്ട്രീം ചാനൽസ് പോലും എടുക്കാത്ത പല വിഷയങ്ങളും മുന്നിലോട്ട് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന ഇതേപോലുള്ള ഓരോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ചാനൽസൊക്കെ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വെറ്റിനറി കോളേജിൻ്റെ സിദ്ധാർത്ഥിൻ്റെ കേസൊക്കെ വന്ന ടൈമിൽ ചേട്ടൻ്റെ അണ്ണാക്കി പിരിവെട്ടിയിരിക്കുകയായിരുന്നു. ഇതിനെപ്പറ്റിയൊന്നും സംസാരിച്ചില്ല. ഈ മീഡിയാസ് എന്തുകൊണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല എന്നൊന്നും അന്ന് ചേട്ടൻ ചോദിച്ചിട്ട് വന്നില്ല. അന്നൊരു ഇൻഡിവിജ്വൽ യൂട്യൂബർ ആയിട്ടുള്ള സീക്രട്ട് ഏജന്റ് സായി ചേട്ടനാണ് ഇതിനെപ്പറ്റി ആദ്യമായിട്ട് സംസാരിക്കുന്നത്. പിന്നീട് ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാകുകയും ഇതിനൊരു TRP വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കി പിന്നീടാണ് ഈ പറയുന്ന ഓരോ മെയിൻ സ്ട്രീം ചാനൽസും അതിൻ്റെ പുറകെ വന്നിട്ടുള്ളത്. അങ്ങനെ തന്നെ ഓരോ കേസുകളും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, മെയിൻ സ്ട്രീം ചാനൽസ് ഈ പറയുന്ന TRP വാല്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ചു വിടുന്ന സാധനങ്ങൾ അതുവരെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ പുറലോകം അറിയാതിരിക്കുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സമൂഹത്തിലെ പല കാര്യങ്ങളും റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതും ഇവിടെ ഓരോ റിയാക്ഷൻ ചാനൽസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് മുക്കത്താണ് ഒരു റേപ്പ് കേസ് നടന്ന ആ ഒരു ടൈമിലാണെങ്കിൽ എനിക്ക് ആഡ് സുൾട്ടപ്പടി അടിച്ച് ₹1 പോലും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ആ ഒരു കുട്ടിയുടെ ആ ഒരു റേപ്പ് നടക്കുന്ന ആ ഒരു ടൈമിലെ വോയിസ് ക്ലിപ്പ് തന്നെ വെച്ചിട്ട് ആ ഒരു 10 മിനിറ്റ് വീഡിയോ ഇടേണ്ട എനിക്കൊരു ആവശ്യകത ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ ഒരാൾക്ക് സംഭവിച്ച അനുഭവം ലോകം മൊത്തം അറിയണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അങ്ങനെ ഒരു വീഡിയോ ₹1 പോലും ലാഭമില്ലാതെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, നിങ്ങൾ അത്രയും ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ ചാനൽസിനെ പൊക്കിയടിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന സാധനമല്ല, ബട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻഡ് റിയാക്ഷൻ ബ്ലോഗേഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു വീഡിയോ ഒന്ന് നിങ്ങൾ റിയാക്ഷൻ ചാനൽസ് എല്ലാം അൺസബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾ കാണണ്ട, അത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ശരി, ബൈ.